ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു തനി നാടൻ ലഞ്ച് പ്രിപ്പറേഷൻ വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ സ്വന്തം പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള കപ്പയും പയറൊക്കെ വെച്ച് തയ്യാറാക്കി കൊടുക്കുന്നൊരു തനി നാടൻ ഒരു ഓണിഞ്ചി റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കിച്ചണൊക്കെ നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അടുക്കിപ്പറക്കലുകളാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് കിട്ടിയത് അയല മീനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളം ഞാൻ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് റൈസ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞാൻ അവിടെ മട്ട അരിയാണ് എടുക്കുന്നത്. ഒരൊറ്റ വിസിൽ തന്നെ ഈ ഒരു റൈസ് പെട്ടെന്ന് എനിക്ക് റെഡിയായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരൊറ്റ വിസിൽ കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങ് വെക്കാനാട്ടോ ചെയ്യുന്നത്. പിന്നെ ആ ഒരു റൈസ് ഒന്ന് റെഡിയായി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് മീനൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എനിക്കെപ്പോഴും ഇങ്ങനെ കത്രിക വെച്ചിട്ട് മീൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ച് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ചിട്ട് മീൻ എത്ര കഷ്ണങ്ങളാക്കണം അതിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഫിഷൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് ഉപ്പ് കൊട്ടൊന്ന് ഉരച്ച് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു മരിച്ചിനെയും പയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ മരിച്ചിനെ ഒന്ന് ഉടച്ചു നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ വാളരി പയർ വെച്ചിട്ടൊരു തോരൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മരിച്ചിനെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ടൊരു 3-4 തവണ ഒന്ന് കഴുകിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അതിലേക്ക് ആവശ്യം പോലെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് സ്റ്റൗവിലോട്ടൊന്ന് വെക്കാം. ഇനി ഇതാ ഒരു പയറെടുത്തിട്ട് പയർ അത്യാവശ്യം കുറച്ച് മുറ്റിയ പയറുണ്ടായിരുന്നു. അത് ഞാൻ മാറ്റി വെച്ചിട്ട് ഇളതായിട്ടുള്ള പയറെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ മരിച്ചിനിയൊക്കെ ഒന്ന് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടുന്ന മരിച്ചിനിയാണ്. അപ്പോൾ അതൊന്ന് തിളച്ച് വന്ന സമയത്തിന് ഞാൻ ഒന്ന് ഊറ്റിയൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു വാളരിപ്പയർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് കോവയ്ക്കയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് റൗണ്ടായിട്ടോ കഷ്ണങ്ങളായിട്ടോ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയൊരു മുറി തേങ്ങ ചിരകിയതിലോട്ട് 10 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ അരച്ച് വയ്ക്കുന്ന ഒരു അയലമീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മുടെ പേജിൽ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കറി വയ്ക്കാനുള്ള മീനിലോട്ട് പുളിക്ക് ആവശ്യത്തിനുള്ള പുളിച്ചിക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമാങ്ങയോ അല്ലെങ്കിൽ കുടംപുളിയോ സാധാരണ വാളംപുളിയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഒരു 3 ഉടങ്കൊല്ലി മുളകാണ്, നല്ല മണമായിരിക്കും കറിക്ക്. അതും ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്തെടുക്കാം. പിന്നെ ഇത് അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചെടുക്കാം. ഉപ്പും കൂടെ ചേർത്തെടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. വെള്ളമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഒരുപാട് ചേർക്കരുത്, എങ്കിലും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് 1/2 ടീസ്പൂൺ പച്ച ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ചതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അത് ചേർത്താലും മതി. അപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ചൊന്ന് റെഡി ആവട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്കിനി തോരനൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതാ ഒരു കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, വറ്റൽമുളകും കറിവേപ്പില ഇട്ടു. പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു വാളരിപ്പയറും കോവയ്ക്കും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴിച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചൊന്ന് മാറ്റിക്കും. അതൊന്ന് റെഡി ആവട്ടെ. ഇനി ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കുറച്ച് കാന്താരി മുളകും ഒക്കെ ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ചെടുത്ത കൂട്ട് നമുക്ക് ഊറ്റി വെച്ചിട്ടുള്ള ഒരു മരിച്ചിനിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും 1-2 തണ്ട് കറിവേപ്പിലയും ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു തോരനും ഒന്ന് ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ആ ഒരു തേങ്ങാക്കൂട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 5-10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് മീൻ കറിയൊക്കെ ഇവിടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പും പുളിയൊക്കെ പാകമാണെന്ന് നോക്കാം. പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുടംപുളിയോ അല്ലെങ്കിൽ സാധാരണ പുളിയോ ചേർത്തെടുക്കാം. അപ്പോൾ എനിക്ക് പുളിയൊക്കെ പാകമായിരുന്നു കേട്ടോ. ഇനി വേറെ പുളി ചേർക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കറിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ തോരനൊന്ന് നേട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അവർ ചട്ടിയിലെ ചൂടിലാണ് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
നമുക്കിത് ആ ഒരു മരിച്ചിനെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്കൊരു ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ ഇതാ ഉപ്പും മഞ്ഞളും കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് പെരുംജീരകം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനാണ്. അതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ മട്ടയരിച്ചോറും വേവിച്ച് ഉടച്ചിട്ടുള്ള കപ്പയും പിന്നെ ആ ഒരു മീൻ പൊരിച്ചതും പിന്നെ ആ ഒരു കോവയ്ക്കയും പിന്നെ വാളരിപ്പയറും കൂടെ ചേർത്ത് തയ്യാറാക്കിയ ഒരു തോരനും പൊളിച്ചിക്കിട്ട് തയ്യാറാക്കിയ അയല മീൻ കറി. അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാനായിട്ടത് മറക്കല്ലേ. താങ്ക്സ്.